അഫ്സൽ ഗുരു അഭിഭാഷകൻ സുശീൽ കുമാറിന് അയച്ച കത്തുണ്ട്. ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കൈ വിറച്ചുകൊണ്ട് മാത്രമേ ആ കത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അഫ്സൽ ഗുരുവിനെതിരെയുള്ള ചാർജ് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്ത മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന കക്ഷിയെ, ഞാൻ ഇത് പറയുന്നതിനാന്ന് ചോദിച്ചാൽ ഇത് മാത്രം ഒരു ഉദാഹരണത്തിന് വേണ്ടി, ഒരു കേസ് സ്റ്റഡിക്ക് എന്നുള്ള നിലയിൽ ഇത് മാത്രം പറയുകയാണ്. ഓരോ സ്ഫോടനങ്ങളുടെയും വിശദാംശങ്ങൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ നാളെ വൈകുന്നേരം വരെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും. ഞാൻ ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടി ഒരു കാര്യം മാത്രം പറയാണ്. മുഹമ്മദ് യാസീനെ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് യാസീനെ കശ്മീരിൽ നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അഫ്സൽ ഗുരുവിനെതിരെയുള്ള ചാർജ്. അഫ്സൽ ഗുരു ആ ചാർജ് നിഷേധിക്കുന്നില്ല. ഞാൻ യാസീനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ യാസീനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കശ്മീരിലെ പട്ടാള ജനറൽ ആയിട്ടുള്ള ഒരു ക്യാമ്പിന്റെ ചുമതലയുള്ള, ഒരു പട്ടാള ക്യാമ്പിന്റെ ചുമതലയുള്ള പട്ടാള ജനറൽ ആയിട്ടുള്ള ദവീന്ദർ സിംഗ് ആണ് എന്നെ യാസീനെ ഏൽപ്പിച്ചത്. യാസീനെ ഡൽഹിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചത് ദവീന്ദർ സിംഗ് ആണ്. ഇതൊക്കെ ഇദ്ദേഹം കോടതിയിൽ കൊടുത്ത രേഖകളുണ്ട്. ദവീന്ദർ സിംഗും അഫ്സൽ ഗുരുവും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ധാരാളം നടക്കുന്നുണ്ട്. അതിന്റെ രേഖകൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു പ്രതിയെ അഫ്സൽ ഗുരുവിന് കൈമാറുന്നത് ദവീന്ദർ സിംഗ് ആണ്. ഇന്ത്യയിലെ തന്നെ ഒരു പട്ടാള ജനറലാണ്. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവും ദവീന്ദർ സിംഗും തമ്മിൽ സംഭാഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദവീന്ദർ സിംഗിനെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ദവീന്ദർ സിംഗിന്റെ അടുത്ത് നമ്മളെ ക്യാമറാമാൻമാർ പോകുന്നില്ല? അങ്ങോട്ടൊരു അന്വേഷണവും പോകുന്നില്ല. വേറെയും ഒരു കഥ പറയാം. ഈ മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ആള് ഞങ്ങൾ തൊട്ട് മുമ്പത്തെ വർഷം, ഈ പാർലമെന്റ് ആക്രമണം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കാശ്മീർ പോലീസിന് കൈമാറിയ ആളാണ് എന്ന് പാർലമെന്റ് ആക്രമണം നടന്ന സമയത്ത് ബോംബെയിലെ താനെ പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. താനെ പോലീസ് കമ്മീഷണർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് യാസീനെ ഞങ്ങൾ കൈമാറിയതാണ് കശ്മീർ പോലീസിന്. കശ്മീർ പോലീസിന് താനെ പോലീസ് കൈമാറിയ ഒരു കക്ഷി, ഒരു പുള്ളി എങ്ങനെയാണ് പാർലമെന്റ് ആക്രമണത്തിൽ എത്തുന്നത്? ഇതിനിതുവരെ ഉത്തരം പറയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ അന്വേഷിച്ചു നോക്കിയാൽ ഒരുപാട് നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. പറഞ്ഞു വരുന്നത്, മാധ്യമങ്ങളും ഇവിടെയുള്ള രമേശ് ചെന്നിത്തലയെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ, വളരെ പ്രബലമായ, വളരെ കരുത്തുറ്റ മറുവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അരുന്ധതി റോയിയുടെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നന്ദിത ഹക്സറിന്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മുംബൈ ആക്രമണം, നമ്മൾ ഞെട്ടിയ ആക്രമണം, ഹേമന്ത് കർക്കരെ കൊല്ലപ്പെട്ട മുംബൈ ആക്രമണം, അതിനെക്കുറിച്ച് തീർത്തും ഔദ്യോഗിക ഭാഷ്യങ്ങളെ, മാധ്യമ ഭാഷ്യങ്ങളെ നിരാകരിക്കുന്ന നിഗമനങ്ങളുമായി എസ് എം മുഷ്രിഫ് ഒരു പുസ്തകം എഴുതി. ഹൂ കിൽഡ് കർക്കരെ, കർക്കരയെ കൊന്നതാര്? എസ് എം മുഷ്രിഫ് ആരാ? പേര് കേട്ട ഇതൊരു മുസ്ലിമാന്ന് വിചാരിക്കും. എസ് എം മുഷ്രിഫ് മുസ്ലിം അല്ല കേട്ടോ. എസ് എം മുഷ്രിഫ് മഹാരാഷ്ട്രയിലെ IG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്ന് മാത്രമല്ല, മഹാരാഷ്ട്ര കർണാടക രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച അബ്ദുൽ കരീം തെൽഗി കേസ് എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ വ്യാജ മുദ്രപത്ര കേസ് വെളിച്ചത്ത് കൊണ്ടുവന്ന മഹാരാഷ്ട്രയിലെ പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് എം മുഷ്രിഫ്. എസ് എം മുഷ്രിഫ് പുസ്തകം എഴുതി. കർക്കരയെ കൊന്നത് ഇന്റലിജൻസ് ബ്യൂറോവിലുള്ള സവർണ താല്പര്യക്കാരാണ്. സമർത്ഥിച്ചുകൊണ്ട് എഴുതി. കർക്കരയോടൊപ്പം കൊല്ലപ്പെട്ട അശോക് കാംതെയുടെ ചെറുപ്പക്കാരിയായ ഭാര്യ വിനീത കാംതെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ടു ദ ലാസ്റ്റ് ബുള്ളറ്റ്, അവസാനത്തെ ബുള്ളറ്റ് വരെ. എന്റെ ഭർത്താവിനെ ചതിയിൽ കൊന്നതാണ് എന്നതിലേക്കുള്ള സൂചനകൾ നൽകുന്നതാണ് ടു ദ ലാസ്റ്റ് ബുള്ളറ്റ് എന്ന് പറയുന്ന പുസ്തകം. ആരാണ് എഴുതിയത്? തീവ്രവാദികൾക്കെതിരെ പോരാടി മരിച്ച അശോക് കാംതെയുടെ ഭാര്യ വിനീത കാംതെ, വിധവയായിട്ടുള്ള വിനീത കാംതെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ചാനലുകാരും
നമ്മുടെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഭീകരാക്രമണത്തെക്കുറിച്ചും വ്യത്യസ്തമായ പഠനങ്ങൾ, ലേഖനങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഔദ്യോഗിക ഭാഷ്യങ്ങൾക്ക് തീർത്തും വിരുദ്ധമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അരുന്ധതി റോയിയും നന്ദിത ഹക്സനും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യം: ഒന്നുകിൽ ഇവരുടെ സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, അല്ലെങ്കിൽ ഇവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം. പക്ഷേ ഇതുണ്ടാവുന്നില്ല. ഈ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, നേരത്തെ ഇറാഖിന്റെ കാര്യത്തിൽ എന്താണോ നടന്നത്, അതേപോലെ ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ വേണ്ടി ആ ശത്രുക്കൾക്കുമേൽ ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവും സംശയവും ധാരാളമായി ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള വളരെ നിഗൂഢമായ എന്നാൽ വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംഘം, ഇന്റലിജൻസ് ബ്യൂറോ വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിലേക്കാണ് അത് വിരൽ